ഹായ് മക്കളെ, അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ് ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ 2ാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായേ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് സെൽസ് ആണുള്ളത്, ഇതൊക്കെ പറഞ്ഞതാണല്ലേ. പ്രൊകാരിയോട്ടിക് സെൽ ഉണ്ട്, യുകാരിയോട്ടിക് സെൽ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ സെൽ എന്താണ്. നമ്മൾ പറഞ്ഞു പ്രിമിറ്റീവ് സെൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞത് പ്രൊകാരിയോട്ടിക് സെല്ലായി, അതും കഴിഞ്ഞത് യുകാരിയോട്ടിക് സെല്ലായി എന്നൊക്കെ പറഞ്ഞതാണ് അല്ലെ. അപ്പോ ഇന്ന് നോക്കാൻ പോകുന്നത് സെൽ എന്താണ്, അല്ലെങ്കിൽ സെൽ ആരാ കണ്ടുപിടിച്ചേ, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ, നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ മക്കള് ശ്രദ്ധിച്ചിരുന്ന് നല്ലോണം പഠിക്കുക. ഇന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ന് തന്നെ പഠിക്കാം ട്ടാ. അപ്പൊ നമുക്ക് നേരെ കടക്കാം. ചാപ്റ്റർ കാണുമ്പോ തന്നെ, പേര് കാണുമ്പോ തന്നെ നമുക്കറിയാം സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്. സെല്ലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇന്നിവിടെ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കോശത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ സൈഡിലായിട്ട് ആദ്യം തന്നെ ഒരു സയന്റിസ്റ്റിന്റെ പടം തന്നിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. റോബർട്ട് ഹുക്ക് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ ആ സയന്റിസ്റ്റിനെ കണ്ടാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ആളുടെ പേരെന്താണ്, റോബർട്ട് ഹുക്ക് ആണ്. ആളൊരു ശാസ്ത്രജ്ഞനായിരുന്നു. ഇനി റോബർട്ട് ഹുക്ക് എന്താ ചെയ്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എല്ലാവരും മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ, സ്കൂളിലൊക്കെയും മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടാവും. ആളൊരു ദിവസം അങ്ങനെ ഇരുന്നപ്പോ മൈക്രോസ്കോപ്പ് എടുത്തിട്ട് അതില് കോർക്കിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് വെച്ച്, കോർക്കിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് വെച്ചിട്ട് നോക്കി, മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി. അപ്പൊ ആള് കണ്ടത് എന്താണെന്നറിയോ, കുറെ കുഞ്ഞു കുഞ്ഞു കള്ളികൾ കണ്ടു. പെട്ടി പെട്ടി പോലെ കുറെ സാധനങ്ങളെ പുള്ളി മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയപ്പോ കണ്ടു. അപ്പോ ആള് നോക്കിയപ്പോ ഒരു പെട്ടിയല്ല കണ്ടത്, ഒരു ബോക്സ് അല്ല കണ്ടത്, ആയിരക്കണക്കിന് കുറെ പെട്ടികളെ കണ്ടു. അങ്ങനെ ആൾ അതിന് പേരിട്ടു സെൽസ്. എന്താണ് പേരിട്ടത്? സെൽസ്. അതിന്റെ മീനിങ് വരുന്നത് ചാമ്പേഴ്സ്, അറകൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ സെൽ എന്ന് പറഞ്ഞാല് എന്തോ ഒരു അറയാണെന്ന് ആദ്യം തന്നെ റോബർട്ട് ഹുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആൾ എന്തിൽ നിന്നാണ് ഒബ്സർവ് ചെയ്തത്? എ തിൻ പീസ് ഓഫ് കോർക്ക്, കോർക്കിന്റെ ചെറിയ കഷ്ണത്തിൽ നിന്നാണ് റോബർട്ട് ഹുക്ക് സെൽ എന്താണ് പറഞ്ഞത്. ആ സെൽ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് ചാമ്പേഴ്സ് അല്ലെങ്കിൽ അറകൾ. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. അത് കഴിഞ്ഞിട്ട് കുറെ സയന്റിസ്റ്റുകൾ സെല്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സെൽ ബയോളജി. അപ്പോ ബയോളജി ജീവശാസ്ത്രം അറിയാം, സെല്ല് കോശമാണെന്ന് അറിയാം. അപ്പൊ ഇനി സെൽ ബയോളജി എന്താന്ന് നോക്കിയാലോ. സെൽ ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. സെല്ലുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെരി ബ്രോഡ് ആൻഡ് ഇവോൾവിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസ്. വളരെ വ്യാപിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സയൻസിന്റെ ഒരു ശാഖയാണ് സെൽ ബയോളജി. അപ്പൊ സെൽ ബയോളജി എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, ദ സ്റ്റഡി ഓഫ് സെൽസ്. കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് നോക്കാം. ഇനി ഈ സെൽ ബയോളജിക്കും ചരിത്രം ഉണ്ടായിട്ടുണ്ടാവൂലേ. സെൽ ബയോളജി എന്ന് പറഞ്ഞാൽ കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ അങ്ങനെ പഠിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതൊക്കെ കാരണമായിട്ടുണ്ടാവൂലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതില് ഫസ്റ്റ് സയന്റിസ്റ്റിന്റെ പേര് പഠിക്കുന്നതാണ് എം ജെ സ്ലീഡൻ. ആള് പറഞ്ഞ കാര്യം എന്താന്ന് നോക്കാം. ആളുടെ പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക അതാണ് എം ജെ സ്ലീഡൻ. ആള് പറഞ്ഞത് 1838 പുള്ളി നമുക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. എന്താന്ന് നോക്കുക. ഡിസ്കവേർഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. നമ്മളുടെ ചുറ്റും കുറെ ചെടികൾ ഉണ്ടല്ലേ, ആ ചെടികളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു സെൽസ് കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ആര് പറഞ്ഞു? എം ജെ സ്ലീഡൻ പറഞ്ഞു. ഇനി അടുത്ത ഒരു സയന്റിസ്റ്റിനെ ആലോചിക്കാം. പേര് വായിച്ചു നോക്കിയേ, തിയോഡർ ഷ്വാൻ. എന്താണ് പേര്? തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ നമ്മളുടെ അടുത്ത് പറഞ്ഞത് 1839 പറഞ്ഞു. ഡിസ്കവേർഡ് ദാറ്റ് ഓൾ അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. പ്ലാന്റ്സ് മാത്രമൊന്നല്ല, നമ്മൾ അനിമൽസും ഉണ്ടാക്കിയേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനിമൽസിന്റെ ബോഡിയും ഉണ്ടാക്കിയേക്കുന്നത് കുറെ സെൽസ് വെച്ചിട്ടാണ് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് തിയോഡർ ഷ്വാൻ. അപ്പൊ
പ്ലാന്റ് സെല്ലിന്റെ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ടാക്കിയേക്കുന്നത് കുറെ സെൽസ് വെച്ചിട്ടാണ് പറഞ്ഞത് MJ സ്ലീഡനും. അതേപോലെ അനിമൽസിന്റെ ബോഡി കമ്പോസ് ചെയ്തേക്കുന്നത് സെൽസ് വെച്ചിട്ടാണ് പറഞ്ഞത് തിയോഡർ ഷ്വാനുമാണ്. ഇനി ഒരു സയന്റിസ്റ്റിന്റെ പേരും കൂടി ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ആളുടെ പേരാണ് റുഡോൾഫ് വിർഷോ. എന്നാണ് വായിക്കുക? റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ നമ്മളുടെ അടുത്ത് 1855 പറഞ്ഞു പഴയ സെല്ലിൽ നിന്നുമാണ് പുതിയ സെൽസ് രൂപപ്പെടാൻ. ഇപ്പോ നമ്മളുടെ ശരീരത്തിൽ കുറച്ച് സെൽസ് ഉണ്ട്. പുതിയ സെൽസ് നമ്മൾ വലുതാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സെല്ല് വലുതാവാന്നല്ലല്ലോ അർത്ഥം, സെല്ലിന്റെ എണ്ണം കൂടുക എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ എണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ മുൻപുണ്ടായിരുന്ന സെല്ലിൽ നിന്നും, അതായത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി കുറച്ച് സെൽസ് ഉണ്ട്, അതിൽ നിന്നുമാണ് പുതിയ സെൽസ് ഉണ്ടാവുന്നതെന്നാണ് റുഡോൾഫ് വിർഷോ പറഞ്ഞത്. അപ്പൊ എന്താന്ന് നോക്കുക, ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ദാറ്റ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. മുമ്പ് ഉണ്ടായിരുന്ന സെല്ലിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതെന്ന് റുഡോൾഫ് വിർഷോ പറഞ്ഞു. അപ്പൊ ഓർത്ത് വെക്ക, ആദ്യം പറഞ്ഞത് MJ സ്ലീഡൻ. MJ സ്ലീഡൻ എന്താ പറഞ്ഞേ? പ്ലാന്റ്സിന്റെ ബോഡി കമ്പോസ് ചെയ്തേക്കുന്നത് സെൽസ് വെച്ചിട്ടാണ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിയോഡർ ഷ്വാൻ പറഞ്ഞത് അനിമൽസിന്റെ ബോഡി കമ്പോസ് ചെയ്തിട്ടുള്ളത് സെൽസ് വെച്ചിട്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് റുഡോൾഫ് വിർഷോ പറഞ്ഞു മുമ്പ് ഉള്ള സെൽസിൽ നിന്നാണ് പുതിയ സെൽസ് ഉണ്ടാവുന്നത്. അപ്പൊ 3 സയന്റിസ്റ്റിനെ ആലോചിക്കുക, അവരെന്താ പറഞ്ഞതിനും കൂടെ ആലോചിക്കുക. ഇത് ചിലപ്പോ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നോക്കുക, സെൽ തിയറി. നമ്മൾ കുറെ തിയറീസിനൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ കോശങ്ങളെ കുറിച്ചിട്ടും ഒരു തിയറി ഉണ്ട്, അതിന്റെ പേരാണ് സെൽ തിയറി. അപ്പൊ ഇത്രയും സയന്റിസ്റ്റുകൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ അതിന്റെ ബേസിസിലായിരിക്കണം സെൽ തിയറി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ എന്താണ് സെൽ തിയറി, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടായെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന്റെ മെയിൻ ആയിട്ട് 3 പോയിന്റ്സ് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് മാറണേക്കാൾ മുമ്പ് ഉണ്ടായിരുന്ന ടെക്സ്റ്റിലും സെയിം സംഭവങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ടോപ്പിക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പൊ സെൽ തിയറി എന്താന്ന് നോക്കാം. All organisms are made up of one or more cells. എല്ലാ ജീവികളും ഉണ്ടായിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു സെല്ല് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൽസ് ഉള്ളതായിരിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാവുന്ന ഒരു സെല്ലുള്ള ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് കമന്റ് ബോക്സിൽ വേഗം കമന്റ് ചെയ്തോട്ടാ. ഒരു സെല്ലുള്ള ജീവിയുടെ പേര്, ഒരു സെല്ലുള്ളവരെ നമ്മള് യൂണിസെല്ലുലാർ എന്ന് വിളിക്കും. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ പേര് വേഗം കമന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാണോ പഠിച്ചേ, ഓർമ്മയുണ്ടോന്നൊക്കെ നോക്കാലോ. അതേപോലെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞിട്ട് യൂണിസെല്ലുലാറിന്റെ കമന്റ് ചെയ്യുക. അതേപോലെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ പേരും കൂടി കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പഠിച്ചു, എല്ലാ ഓർഗാനിസവും ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ ഒരു സെല്ല് വെച്ചിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൽസ് വെച്ചിട്ടായിരിക്കാം എന്ന് പഠിച്ചു. ഇനി അടുത്തത് നോക്കാം, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് സെൽ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഒരു ചുമര് പണിയണം, അല്ലെങ്കിൽ ഒരു മതില് പണിയണം എന്ന് വിചാരിക്കാം. മതില് പണിയണം എന്നുണ്ടെങ്കിൽ കുറെ കുഞ്ഞു കുഞ്ഞു കട്ടകൾ വേണ്ടേ? കുറെ കട്ടകൾ ചേർത്ത് വെച്ചാലല്ലേ ഒരു മതിലുണ്ടാക്കാൻ പറ്റുക. അതേപോലെ നമ്മളുടെ ബോഡി, അതായത് ഏതൊരു ഓർഗാനിസത്തിന്റെയും ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് വെച്ചിട്ടാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ ബോക്സസ് ആയിട്ട് നമ്മളുടെ റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചു എന്ന്. അപ്പൊ അതേപോലെ ജീവന്റെ ബേസിക് യൂണിറ്റ് ഓരോ സെല്ലുകളുമാണ്. കുറെ സെല്ല് കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ഒരു ഓർഗാനിസത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് നോക്കാം, ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നമ്മളുടെ സയന്റിസ്റ്റ് നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് മുൻപുണ്ടായിരുന്ന സെല്ലുകളിൽ നിന്നാണ്. അപ്പൊ ഇത് 3 ഓർത്ത് വെക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 3 പോയിന്റും ഇതേപോലെ മനസ്സിലാക്കി പഠിക്കുക. ഇനി എങ്ങനെയാണ് സെൽ തിയറി ഉണ്ടാക്കിയേക്കണം എന്നും കൂടി നോക്കാം. സെൽ തിയറി ഈസ് ഫോർമുലേറ്റഡ് by integrating the inferences of many scientists. കുറെ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് സെൽ തിയറി ഉണ്ടാക്കിയേക്കുന്നത്. സെൽ ബയോളജി വാസ് ഡെവലപ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് സെൽ തിയറി. സെൽ ബയോളജി ഡെവലപ്പ് ചെയ്തതും ഈ സെൽ തിയറിയുടെ ബേസിസിലാണ്. സെൽ ബയോളജി എന്തായിരുന്നു? സെല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനമല്ലേ. അപ്പൊ സെൽ തിയറി ബേസ് ചെയ്തിട്ടാണ് സെൽ ബയോളജി ഉണ്ടാക്കിയേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്.
അപ്പൊ ഇത്രയും പോർഷൻ ക്ലിയർ ആയിട്ട് പഠിക്കുക. ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ടെക്സ്റ്റ് നല്ലോണം വായിച്ചു നോക്കണം. സൈഡിലുള്ള ഡയഗ്രാംസ് അതേപോലെ സയന്റിസ്റ്റുകളുടെ പിക്ചർ ഒക്കെ നോക്കി വെക്കുക. ഇനി അടുത്തതിലേക്ക് പോവാ. റെസൊല്യൂഷൻ ഓഫ് ഐ. നമ്മളുടെ കണ്ണല്ലേ, നമുക്ക് എത്ര കണ്ണുണ്ട്? 2 കണ്ണുണ്ട് അല്ലേ? 2 കണ്ണില്ലേ എല്ലാവർക്കും ഇല്ലേ? അപ്പൊ നോക്ക, റെസൊല്യൂഷൻ ഓഫ് ഐ എന്താണെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഹ്യൂമൻ ഐ ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് 2 spots having a distance of 0.2 millimeter in adequate light. അതായത് അത്യാവശ്യം വെളിച്ചത്തില് നമുക്ക് 2 ബിന്ദുക്കളുടെ അല്ലെങ്കിൽ 2 സ്പോട്ടിന്റെ ദൂരം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.2 millimeter എങ്കിലും വേണം എന്നാണ് പറയുന്നത്. അത്രയും ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന പോയിന്റ്സിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. അതിനെയാണ് ദിസ് ഡിസ്റ്റൻസ് ഇസ് കോൾഡ് റെസൊല്യൂഷൻ ഓഫ് ഐ. ആ ഡിസ്റ്റൻസിനെയാണ് റെസൊല്യൂഷൻ ഓഫ് ഐ എന്ന് അറിയപ്പെടുക. ലെൻസ് ഈസ് റിക്വയർഡ് ടു ഡിസ്റ്റിംഗ്വിഷ് സ്പോട്സ് ഹാവിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് ലെസ് ദാൻ 0.2 millimeter. ഇനി അതിലും ചെറിയ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സ്പോട്സിനെ നമുക്ക് കാണണം എന്ന് വിചാരിക്കാം. 2 പോയിന്റിനെ നമുക്ക് കാണണം എന്ന് വിചാരിക്കാം. അതിന് എന്ത് അത്യാവശ്യമാണെന്നാ പറയുന്നേ? ലെൻസ് വേണമെന്ന്. ലെൻസ് അറിയില്ലേ? നിങ്ങൾ എല്ലാരും ഒരു ഹാൻഡ് ലെൻസ് എങ്കിലും കണ്ടിട്ടുണ്ടാവുന്നവരായിരിക്കും. അപ്പൊ അതേപോലെ ഒരു ലെൻസ് എങ്കിലും വേണം 0.2 millimeter-നേക്കാൾ കുറവുള്ള സ്പോട്ടുകളെ തിരിച്ചറിയാന്നാണ് പറയുന്നത്. അപ്പൊ റെസൊല്യൂഷൻ ഓഫ് ഐ നോക്കി വെക്കുക. ആ 0.2 millimeter എന്നുള്ളത് മറക്കരുത്. അതിന്റെ യൂണിറ്റും നോക്കി വെക്കുക കേട്ടോ. 1 words വരാവുന്ന സെക്ഷൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ റോബർട്ട് ഹുക്ക് നോക്കിയേ ഒരു മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു. മൈക്രോസ്കോപ്പ് എന്താ? നമ്മളുടെ കണ്ണോട് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റാത്ത സാധനങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൈക്രോസ്കോപ്പ്. അപ്പോ അത് തന്നെ 2 ടൈപ്പ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് ആണ്. അതിൽ ആദ്യത്തേതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. നല്ല ഭംഗിയിൽ ഗോൾഡൻ കളറിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ പടമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ പടം നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും എന്റെ മക്കള് പഠിച്ചിരിക്കുക. ഇനി എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. A simple microscope in which a single lens is used. സിമ്പിൾ മൈക്രോസ്കോപ്പില് സിംഗിൾ ലെൻസ് യൂസ് ചെയ്യുള്ളൂ. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ലെൻസേ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. Can magnify an object up to 10 times than original size. നമ്മൾ വെക്കുന്ന സാധനത്തിന്റെ 10 ഇരട്ടി വലിപ്പത്തിൽ കാണിക്കാൻ കഴിവുള്ള മൈക്രോസ്കോപ്പുകളെയാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയാ. അതില് ഒരു ലെൻസേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് നോക്കുമ്പോ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. ഒരു ലെൻസ് യൂസ് ചെയ്യുള്ളൂ. അതേപോലെ 10 times ഒറിജിനൽ സൈസിനേക്കാൾ വലുതാക്കി കാണിക്കാനായിട്ട് കഴിവുള്ള മൈക്രോസ്കോപ്സിനെയാണ് എന്തെന്ന് പറയാ? സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയാം. ഇനി അടുത്തൊരു ടൈപ്പ് നോക്കാം. സിമ്പിൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ടാവൂലേ? നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവുന്നതും ഈ ഒരു മൈക്രോസ്കോപ്പ് ആയിരിക്കും. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സ്കൂളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ആയിരിക്കും. അതിന്റെ പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇത് നോക്കി വെക്കാട്ടാ. എന്തായാലും നോക്കി വെക്കാ. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും പടം തന്നു കഴിഞ്ഞാൽ, പിക്ചർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. ഇനി എന്താ സംഭവം എന്ന് നോക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ 1 ലെൻസ് ഈസ് യൂസ്ഡ്. നേരത്തെ സിമ്പിൾ മൈക്രോസ്കോപ്പ് പറഞ്ഞ് ഒരു ലെൻസേ യൂസ് ചെയ്യുള്ളൂ എന്ന്. പക്ഷെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലേക്ക് വരുമ്പോ ഒന്നിൽ കൂടുതൽ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം. ക്യാൻ മാഗ്നിഫൈ ആൻ ഒബ്ജക്ട് അപ് ടു 1000 times. നമ്മൾ വെക്കുന്ന സാധനത്തെക്കാൾ 1000 മടങ്ങ് വലുതാക്കി അല്ലെങ്കിൽ 1000 ഇരട്ടി വലിപ്പത്തിൽ കാണിക്കാൻ കഴിവുള്ള മൈക്രോസ്കോപ്പിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പൊ അതിൽ നോക്കി വെക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താ? മോർ ദാൻ 1 ലെൻസ് ഈസ് യൂസ്. ഒരു ലെൻസിൽ കൂടുതൽ യൂസ് ചെയ്യും. അതേപോലെ 1000 മടങ്ങ് വലുതാക്കി കാണിക്കാനായിട്ട്, നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റിനേക്കാൾ 1000 മടങ്ങ് വലുതാക്കി കാണിക്കാനായിട്ട് കഴിവുള്ള മൈക്രോസ്കോപ്പിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്സിന്റെ പാർട്സ് പരിചയപ്പെടാൻ പോവാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള
കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണിത്. ടെക്സ്റ്റിലുള്ള സെയിം ഫിഗർ ആണ് ടീച്ചർ ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ സെയിം ഫിഗർ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ പാർട്ട് നോക്കിയേ, പേരെഴുതി വെച്ചേക്കണം നോക്കിയേ, ഐ പീസ്. എന്താണ് ഐ പീസ്? നമ്മൾ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ നോക്കൂലേ, ആ പാർട്ടിനെ പറയുന്നതാണ് ഐ പീസ്. ഐ പീസിന്റെ അവിടെ ഒരു ലെൻസ് ഉണ്ടാവും. അതിനെ കുറിച്ച് പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുന്ന പാർട്ട്, കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന പാർട്ടിനെയാണ് ഐ പീസ് എന്ന് പറയാ. ഐ പീസിനോട് കണക്ട് ചെയ്ത് ഇവിടെ ഒരു ട്യൂബ് പോലെ കാണുന്നില്ലേ, അതിനെ പറയുന്നതാണ് ബോഡി ട്യൂബ്. എന്താണ് പറയാ? ബോഡി ട്യൂബ്. ഇനി ഇവിടെ രണ്ട് വട്ടത്തിലുള്ള സാധനം കണ്ട, ഒരു വലിയതും ഒരു ചെറിയതും. നിങ്ങൾക്ക് ഈ സ്കൂളിലൊക്കെ വെച്ചിട്ട് ചിലപ്പോ ഇങ്ങനെ തിരിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും. ടീച്ചർ കാണിച്ചു തന്നപ്പോ നമ്മൾ ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ തിരിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും. സംഭവം എന്താണെന്ന് അറിയില്ലെങ്കിലും തിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് നമുക്കറിയാം. അങ്ങനെ തിരിക്കാൻ പറ്റുന്നതിനെ നമ്മൾ നോബ് എന്നല്ലേ കോമൺലി പറയാ. അതില് വലുതിന് നമ്മൾ പറയും കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. എന്താണ് പറയാ? കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. ഇനി അതിൽ തന്നെ തിരിക്കാൻ പറ്റുന്ന ചെറിയ നോബിനെ പറയുന്നതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. എന്താണ് പറയാ? ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. അടുത്തത് നോക്കാം. കുറച്ച് ലെൻസുകളെ ഇങ്ങനെ രണ്ട് ലെൻസുകൾ കാണുന്നുണ്ട്. അതിനെ പറയുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. എന്താണ് പറയാ? ഒബ്ജക്റ്റീവ് ലെൻസ്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ ഒരു സർഫസ് കാണാം. അതിനെ വിളിക്കുന്നതാണ് സ്റ്റേജ്. എന്താണ് വിളിക്കുക? സ്റ്റേജ് എന്നാണ് വിളിക്കുക. സ്റ്റേജിന്റെ ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് സ്റ്റീലിന്റെ കളറിൽ രണ്ട് സാധനങ്ങളെ കാണാം. അതിനെ വിളിക്കുന്നതാണ് സ്റ്റേജ് ക്ലിപ്പ്. എന്താണ് വിളിക്കുക? സ്റ്റേജ് ക്ലിപ്പ്. ഇനി ഈ സ്റ്റേജിന്റെ നടുക്കായിട്ട് ഒരു ഗ്ലാസ്സില് ഒരു റൗണ്ട് സർഫസ് കാണാം. ഒരു ഗ്ലാസ് പോലുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള റൗണ്ട് സർഫസ് കാണാം. അതിന്റെ പേരാണ് അപ്പർച്ചർ. എന്താണ് വിളിക്കുക? അപ്പർച്ചർ. അപ്പർച്ചറിന് താഴെയായി കാണുന്ന ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് കണ്ടൻസർ. എന്താണ് വിളിക്കുക? കണ്ടൻസർ. ഇനി അതിന്റെയും താഴെ ലൈറ്റിനൊക്കെ ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റിനെ കറക്റ്റ് ആയിട്ട് കാണാൻ ലൈറ്റ് എത്തിക്കുന്ന ഒരു സോഴ്സ് ആണ് മിറർ. എന്താണ് മിറർ? നമ്മളുടെ കണ്ണാടിയില്ലേ, അതേപോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ് ഈ മിററും. ഇനി ലാസ്റ്റ് ആയിട്ട് ഏറ്റവും അടിയിൽ മൈക്രോസ്കോപ്പിനെ നമുക്ക് എവിടെയെങ്കിലും വെക്കണ്ടേ, ടേബിളിലൊക്കെ വെക്കണ്ടേ, അങ്ങനെ വെക്കാനായിട്ട് മൈക്രോസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ പാർട്ടിന്റെ പേരാണ് ബേസ്. എന്താണ് വിളിക്കുക? ബേസ്. അപ്പോ ഇനി ഇവരെ പേരൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഫങ്ഷൻസും കൂടി, അതും കൂടി നോക്കുക. ഐ പീസ്. ഐ പീസ് നമ്മൾ പറഞ്ഞ് ആ കണ്ണ് വെച്ച് നോക്കുന്ന ആ പാർട്ട്, അതെന്തിനാന്ന് നോക്കുക. മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് കാണിച്ചു തരുന്ന ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ, മാഗ്നിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലുതാക്കുക, വലുതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഐ പീസ് ആണ്. വലുതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഐ പീസ് ആണ്. ഇനി അടുത്തത് ഐ പീസിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന നെക്സ്റ്റ് പാർട്ട്, ആ ട്യൂബ് പോലുള്ളത് ബോഡി ട്യൂബ്. ഹോൾഡ്സ് ദ ഐ പീസ്. ഐ പീസിനെ അവിടെ പിടിച്ചു നിർത്തും. കണക്ട്സ് ഇറ്റ് ടു ഒബ്ജക്റ്റീവ് ലെൻസ്. എന്നിട്ട് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് ഐ പീസിനെ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ബോഡി ട്യൂബ്. ഇനി ആ രണ്ട് നോബുകളുടെ കാര്യം പറഞ്ഞിരുന്നു. അതിൽ വലിയ നോബിന്റെ പേര് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. എന്താണ്? കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. അതാണ് നമ്മളുടെ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് അതിന്റെ ബോഡി പാർട്ടിനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. മൂവ്സ് ദ സ്റ്റേജ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ ദ റഫ് ഫോക്കസിങ്. റഫ് ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സ്റ്റേജിനെ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്ന നോബിന്റെ പേരാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. ഇനി അടുത്തത് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. ഫൈൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഷാർപ്പായിട്ട് അതിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ കാണിക്കാനായിട്ട് സഹായിക്കുന്ന നോബിന്റെ പേരാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പാർട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസ് മാഗ്നിഫൈസ് ദ ഒബ്ജക്ട് പ്ലേസ്ഡ് ഓൺ സ്ലൈഡ്. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കുഞ്ഞൊരു ചില്ലിന്റെ ഇങ്ങനത്തെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു സാധനത്തുമ്മയായിരിക്കും നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്യാനുള്ളത് അതിനെ വെക്കുക. ആ ചില്ലിന്റെ ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പിനെ പറയുന്നതാണ് സ്ലൈഡ്. ആ സ്ലൈഡിലുള്ള സാധനത്തെ അല്ലെങ്കിൽ ആ നമ്മൾ വെച്ചിരിക്കുന്നത് ഏത് സെല്ലിനെയാണോ അതിനെ വലുതാക്കി കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ലെൻസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കാനായിട്ടുള്ള ലെൻസിന്റെ പേരാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇനി അടുത്തത് നോക്കാം. സ്റ്റേജ് എന്താന്ന് നോക്കാം. സ്റ്റേജ് എന്താ? ഹോൾഡ്സ് ദ സ്ലൈഡ്. ഈ സ്ലൈഡിനെ
പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ സ്ലൈഡിനെ വെക്കാനുള്ള സർഫസിന്റെ പേരാണ് സ്റ്റേജ്. ഇനി സ്റ്റേജ് ക്ലിപ്പ് എന്താന്ന് നോക്കാം. ഈ സ്ലൈഡിനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്താം. സ്ലൈഡിനെ രണ്ട് സൈഡിൽ നിന്നും കറക്റ്റ് ആയിട്ട് സ്റ്റേജിൽ പിടിച്ചു നിർത്താനുള്ള ക്ലിപ്സിന്റെ പേരാണ് സ്റ്റേജ് ക്ലിപ്പ്. ഫിക്സസ് സ്ലൈഡ് ഓൺ ദ സ്റ്റേജ്. ഇനി അപ്പർച്ചർ, അതിന്റെ നടുക്ക് കാണുന്ന ആ റൗണ്ട് ഷേപ്പിലുള്ള സംഭവം എന്തിനാന്ന് നോക്കാം. controls the amount of light that enters to objective lens. ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പർച്ചർ ആണ്. ഇനി അടുത്തത് നോക്കാം, കണ്ടൻസർ. കണ്ടൻസർ എന്താ? ഫോക്കസസ് ലൈറ്റ് ഫ്രം ദ ലൈറ്റ് സോഴ്സ്. ലൈറ്റ് സോഴ്സ് ഏതാണോ അതിൽ നിന്നും ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിന്റെ പാർട്ടിനെയാണ് കണ്ടൻസർ എന്ന് വിളിക്കുക. അടുത്ത പാർട്ട് നോക്കാം, മിറർ. ഹെൽപ്പ് ടു ഫോക്കസ് ലൈറ്റ് ഓൺ ഒബ്ജക്ട്. ലൈറ്റിനെ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോ ലൈറ്റിനെ ഒബ്ജക്റ്റിലേക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് മിറർ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട്, ബേസ്. സപ്പോർട്ട്സ് ദ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്ത് ഒരു സർഫസിൽ വെക്കാനായിട്ട് സഹായിക്കുന്നത് ബേസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൈക്രോസ്കോപ്സിന്റെ പാർട്ടും അതിന്റെ ഫങ്ഷൻസും. നമ്മുടെ ടെക്സ്റ്റിലുള്ള ടേബിൾ ആണ്, അപ്പൊ വിട്ട് കളയരുത്. ഇത് എന്തായാലും പഠിക്കണം. ഒരു 10-11 പാർട്സ് ഉണ്ട്, പക്ഷേ ടീച്ചർ സിമ്പിൾ ആയിട്ടാണ് അതിന്റെ ഫങ്ഷൻസ് കൊടുത്തേക്കുന്നത്. ആദ്യം തന്നെ പാർട്ടിന്റെ പേര് ഏതാ, അവരെവിടെയാണ് കാണാന്ന് പിക്ചർ നോക്കി പഠിക്കാം. അത് കഴിഞ്ഞ് ഓരോന്നിന്റെയും ഫങ്ഷൻ പഠിക്കാം കേട്ടോ. അടുത്തേക്ക് പോയാലോ? നെക്സ്റ്റ് നോക്കാം, മാഗ്നിഫിക്കേഷൻ പവർ. മാഗ്നിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞു വലുതാക്കി കാണിക്കുന്നതിനെയാണ് മാഗ്നിഫൈ എന്ന് പറയാം. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലുതാക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ്. പവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ കഴിവിനെ പറയുന്നത്. അപ്പൊ വലുതാക്കാനുള്ള കഴിവ് ഒരു മൈക്രോസ്കോപ്പിന് എത്രത്തോളം ഉണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. Magnification power of a lens is the ability to magnify the object. Magnification power എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെൻസിന് ഒരു ഒബ്ജക്റ്റിനെ എത്രത്തോളം വലുതാക്കി കാണിക്കാൻ പറ്റുന്നുള്ള കഴിവിനെയാണ് മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയാം. അപ്പൊ എബിലിറ്റി ടു മാഗ്നിഫൈ ഒബ്ജക്റ്റ്. ലെൻസിന് എന്തോരമാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് ഒരു ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കാൻ പറ്റാന്നുള്ള ആ കഴിവിനെ പറയുന്നതാണ് മാഗ്നിഫിക്കേഷൻ പവർ. If the eyepiece lens magnifies, eyepiece magnify ചെയ്യുന്നത് 10x അല്ലെങ്കിൽ 10 times ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസ് 40 times ആണെന്ന് വിചാരിക്കുക. അപ്പോ ആ ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 400x ആയിരിക്കും, അല്ലെങ്കിൽ 400 times ആയിരിക്കും. അതെങ്ങനെയാ കിട്ടിയേ? 10x into 40x ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 400x ആയിരിക്കും. അപ്പൊ ടോട്ടൽ ആ മാഗ്നിഫിക്കേഷൻ പവർ വരിക 400x ആണ്, അല്ലെങ്കിൽ 400 times ആണ് ആ ഒരു ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ. ഇനി അടുത്തത് നോക്കാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഒരു മൈക്രോസ്കോപ്പിനെ പഠിക്കാൻ പോവാണ്. പേര് വായിച്ചു നോക്കിയേ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നിങ്ങൾ കെമിസ്ട്രിയിൽ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ഒക്കെ കുറിച്ച് പഠിക്കണതല്ലേ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കുറെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. കുറെ എലമെന്റ്സിലെ ഇലക്ട്രോൺസിനൊക്കെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താന്ന് നോക്കാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മാഗ്നിഫൈസ് ഒബ്ജക്ട്സ് മോർ ദാൻ എ മില്യൺ ടൈംസ് ഒരു ഒബ്ജക്റ്റിനെ വലുതാക്കാൻ കഴിവുള്ള മൈക്രോസ്കോപ്പിനെ പറയുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്സർവ് സെൽസ്, വൈറസസ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ. അത് എന്തിനൊക്കെ കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യും? സെല്ലിനെ കാണാൻ പറ്റും, വൈറസുകളെ കാണാൻ പറ്റും, മോളിക്കുലാർ സ്ട്രക്ചേഴ്സിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യും. ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ്. അവിടെ ലൈറ്റിന് പകരം നമ്മുടെ സാധാരണ മൈക്രോസ്കോപ്പിൽ ലൈറ്റ് ആണ് സോഴ്സ് ആയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ എനർജി സോഴ്സ് ആയിട്ട് എടുക്കുന്നത് ഇലക്ട്രോൺ ബീം ആണ്. അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പെക്യൂലിയാരിറ്റി ആണ് ഇലക്ട്രോൺ ബീം ആണ് ലൈറ്റിന് പകരം എടുക്കുന്ന സോഴ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആർ യൂസ്ഡ് നൗ എഡേയ്സ്. ഇപ്പോ
കുറെ ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അവൈലബിൾ ആണെന്ന്. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഇലക്ട്രോൺ ബീം ആണ് കടത്തിവിടുക. എന്തൊക്കെ കാണാനായിട്ട് പറ്റും? സെൽസ് പറ്റും, വൈറസസ് പറ്റും, മൊളിക്യുലാർ സ്ട്രക്ചേഴ്സ് പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താ? ഒരു ഒബ്ജക്റ്റിനെ മില്യൺ ടൈംസ് വലുതാക്കി കാണിക്കാനായിട്ട് കഴിവുള്ള മൈക്രോസ്കോപ്പുകളെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയാം. ഇനി നോക്കുക, in 1934, German scientists Ernest Ruska and Max Knoll invented electron microscope. ആരൊക്കെയാണ് ഇത് ഇൻവെന്റ് ചെയ്തേ, കണ്ടുപിടിച്ചതെന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ സയന്റിസ്റ്റുകളുടെ പേരും കൂടി നോക്കി വെക്കുക. In an electron microscope, electromagnetic lenses are used to focus a beam of electrons. അവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീംസിനെ ഫോക്കസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലെൻസിന്റെ പേരാണ് കൊടുത്തേക്കുന്നത് ഇലക്ട്രോമാഗ്നെറ്റിക് ലെൻസസ്. അപ്പൊ അത് ഓർത്ത് വെക്കാട്ടോ. അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ് ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യാൻ അവിടെ യൂസ് ചെയ്യുന്ന ലെൻസ് ഇലക്ട്രോമാഗ്നെറ്റിക് ലെൻസുകളായിരിക്കും. ഓൺ ടു ദി സ്പെസിമെൻ, അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണോ അതിനെയാണ് സ്പെസിമെൻ എന്ന് പറയാം. നമ്മൾ ആ സ്ലൈഡിൽ വെച്ച് ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സാധനത്തിനാണ് സ്പെസിമെൻ എന്ന് പറയാ. Allowing for much higher resolution imaging compared to light microscopes. ലൈറ്റ് മൈക്രോസ്കോപ്സിനേക്കാൾ നല്ല റെസൊല്യൂഷനിൽ അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ടാണ് നമ്മൾ ഇലക്ട്രോമാഗ്നെറ്റിക് ലെൻസുകൾ ഇലക്ട്രോൺ ബീംസിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. ഓരോ പർപ്പസസിനും വേരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഇന്ന് യൂസ് ചെയ്തു വരുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് നോക്കാട്ടാ, കുറച്ച് പടങ്ങൾ തന്നിട്ടുണ്ട്, ടെക്സ്റ്റിലുള്ളതാണ്. വ്യൂ ഓഫ് certain specimens through electron microscope. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ കാണാൻ പറ്റാവുന്ന കുറച്ച് ആൾക്കാരുടെ പടമാണ് വന്നേക്കുന്നത്. ആദ്യത്തെ നോക്കാം, റെഡ് ബ്ലഡ് സെൽസ്. നമ്മളുടെ ബ്ലഡ് സെൽസിൽ, നമ്മളുടെ ബ്ലഡിൽ 3 ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് ആണുള്ളത്. റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്. അതില് റെഡ് ബ്ലഡ് സെൽസിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അപ്പൊ റെഡ് ബ്ലഡ് സെൽസിനെ കണ്ടാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ. ഇനി അടുത്തത് COVID-19 വൈറസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കൊറോണ വൈറസിനെ അല്ലെങ്കിൽ COVID-19 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തത് പൊള്ളൻ ഗ്രെയിൻസ്. പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൂമ്പൊടിയില്ലേ, ചെമ്പരത്തിയുടെ കച്ചത്തുണ്ടാവുന്ന മഞ്ഞ കളറിലുള്ള പൊടിയില്ലേ, അതിനെ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ഇതേപോലെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കാം, സെക്ഷൻ ഓഫ് എ സ്റ്റെം. നമ്മൾ മൈക്രോസ്കോപ്പ് ഒക്കെ പഠിച്ചതല്ലേ. അപ്പൊ ഇനി മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് കാണാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സാധനം അല്ല ഒരു സെല്ല് കൊണ്ടുവയ്ക്കാമെന്നാണ് നോക്കാൻ പോണേ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെമ്മിന്റെ സെക്ഷൻ ആണ്. ഒരു ചെടിയുടെ തണ്ടെടുത്തേക്കാണ് ട്ടാ. അപ്പൊ ഒരു ചെടിയുടെ തണ്ടെടുത്തിട്ട് അതിന്റെ സെക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അത് ആദ്യം തന്നെ ഒരു തണ്ടെടുക്കുക, എന്നിട്ട് എങ്ങനെയാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാന്നാണ് നോക്കാം. സ്ലൈഡ് ടീച്ചർ പറഞ്ഞു. അപ്പൊ അതിൽ ഇനി എങ്ങനെയാണ് നമ്മൾ ഓരോ സ്പെസിമെൻ വെക്കുക അല്ലെങ്കിൽ ഓരോ സെക്ഷൻ വെക്കാന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മളിങ്ങനെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് വളരെ തിന്നായിട്ടുള്ള സെക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും. എന്നിട്ട് അതിനെ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെ കളറൊക്കെ കാണാല്ലേ ലാബില്. റെഡ് ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, വയലറ്റ് ഉണ്ടാവും, അങ്ങനെ കുറെ കളർ കാണാം. അത് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഓരോ സാധനങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ളതാണ്. അപ്പൊ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തിന്നായിട്ടുള്ള സെക്ഷൻ എടുത്തു. അത് കഴിഞ്ഞ് അതിനെ സ്റ്റെയിൻ ചെയ്യണം. സ്റ്റെയിൻ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ ആ സ്ലൈഡിൽ വെക്കും. സ്ലൈഡിൽ വെച്ചിട്ട് ഒരു കവർ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ സ്ലൈഡ് ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സ്ലൈഡ്. ഇനി സ്ലൈഡില് നമ്മൾ ഒരു സെക്ഷൻ കൊണ്ടുവച്ചു, അതിനെ സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളറിലാണ് സ്റ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതിന്റെ തണ്ടാണ് ഈ ആളെടുത്തേക്കുന്ന ആ ഒരു ചെടിയുടെ തണ്ടാണ് എടുത്തേക്കുന്നത്. ഇനി അതിനെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അതിനെ ഒരു കവർ ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്യും. ഒരു കുഞ്ഞി കഷ്ണം ഒരു ചെറിയ ഒരു ഗ്ലാസ് പോലത്തെ സാധനം വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിനെയാണ് ഇനി നമ്മൾ എവിടെ നോക്കുക, മൈക്രോസ്കോപ്പിൽ കൊണ്ടുവച്ചിട്ട് സ്റ്റേജ് ക്ലിപ്പ് വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നോക്കാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെയാണ് കണ്ടത്. കുറെ ഓട്ടകൾ കണ്ടു. ഇവിടെ ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ കണ്ടു ട്ടോ. ഇതൊക്കെ സെല്ലിന്റെ പാർട്ടാണ്, സെൽസ് ആണ്. അതൊക്കെ എന്താന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നോക്കാം. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഇങ്ങനെ വട്ടത്തിൽ കണ്ട ഇവിടെ കുറെ സ്ട്രക്ചേഴ്സ് കാണാം.
കറക്റ്റ് റൗണ്ടിൽ ഫുൾ അങ്ങനെ കാണാം. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് എഴുതി വെക്കണം. ഇനി അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് മൈക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സെല്ലിന്റെ അല്ലെങ്കിൽ ഈ സെക്ഷൻ എടുത്തു വെച്ചപ്പോ മൈക്രോസ്കോപ്പിൽ കൂടി കണ്ട ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതേപോലെയൊക്കെ കാണുന്നൊക്കെ നമ്മൾ എഴുതി വെക്കും, അല്ലെങ്കിൽ വരച്ചൊക്കെ വെക്കും നമ്മൾ റഫായിട്ട്. ഇനി എങ്ങനെയാണ് റെക്കോർഡ് ഉണ്ടാക്കുക? പ്രാക്ടിക്കൽ റെക്കോർഡിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്ന് നോക്കാം. ആദ്യം തന്നെ എക്സ്പെരിമെന്റിന്റെ പേര് എഴുതാം. ഇപ്പൊ നമ്മൾ സ്റ്റെമ്മിന്റെ സെക്ഷൻ ആണ് എടുക്കണമെങ്കിൽ ഒബ്സർവിങ് സ്റ്റെം സെക്ഷൻ അങ്ങനെ എന്താണോ ചെയ്യാൻ ആ എക്സ്പെരിമെന്റിന്റെ പേര് എഴുതി വെക്കുക. ഇനി എയിം എഴുതാം. എയിം നമ്മളുടെ എയിം എന്താ? അതിന്റെ ഉള്ളിലുള്ള സെൽ ഓർഗനൽസിനെ കാണണം, അല്ലെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സെൽ എന്താന്നൊക്കെ അറിയാനാണെന്നുള്ള ആ ഒരു എയിം എഴുതി വെക്കുക. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് എഴുതാം. മെറ്റീരിയൽസ് റിക്വയർഡ്. അത് കഴിഞ്ഞ് പ്രൊസീജിയർ, നമ്മൾ എന്തൊക്കെ ചെയ്തു, ആ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെക്കാം. ഇനി ഒബ്സർവേഷൻ, നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഒബ്സർവേഷനിൽ എഴുതേണ്ടത്. ഇൻഫറൻസ് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടി, അതായത് അതിൽ ആ സെല്ല് കണ്ടു, ഈ സെല്ല് കണ്ടു, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് അങ്ങനെയായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റും. അപ്പോ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനേ ആയിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ പഠിക്കൂലേ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം. അപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ മാത്രം പഠിച്ചാൽ പോലെ നമ്മുടെ ഫ്രണ്ട്സും പഠിക്കണ്ടേ? അപ്പൊ ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോഴല്ലേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുക. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതേപോലെ ടീച്ചർ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ മറക്കണ്ട. ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ പേരും ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ പേരും വേഗം കമന്റ് ചെയ്തോ. നല്ല കുട്ടികളായിട്ട് എല്ലാരും പഠിക്കുക. താങ്ക് യു.